അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്നലെ വിശുദ്ധമായ റമദാനിലും അല്ലാത്ത സമയത്തും ഒരാൾ ചെയ്യേണ്ട കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദിവ്യബോധനം വരുന്ന സമയത്ത്, ആദ്യമായി വന്ന സമയത്ത്, ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ചിരണ്ട് പ്രിയപത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ സവിധത്തിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് സമാധാനിപ്പിച്ചത്, ഇന്നക്കല്ല തസിലുർ റഹ്മ, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നയാളാണ്, വ തക്സിബുൽ മഅദൂമ, ഇല്ലാത്തവന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്, വ തഹ്മീലുൽ കല്ല, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ വഹിക്കുന്നവരാണ്. ഇങ്ങനെ തുടങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ജീവകാരുണ്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് പറഞ്ഞത്, വല്ലാഹി ലാ യുഖ്സികല്ല, ഒരിക്കലും അങ്ങേ അല്ലാഹു പരാജയപ്പെടുത്തൂല, വഷളാക്കൂല എന്ന്. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പലപ്പോഴും നമുക്ക് രക്ഷയേകുന്നതാണ്, പല സന്ദർഭങ്ങളിലും നമുക്ക് രക്ഷയേകുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകളിൽ പറയുന്നതായി കാണാൻ കഴിയുന്നതാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ, അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ, വിധവകൾക്ക് വേണ്ടിയും അതേപോലെ തന്നെ പാവങ്ങൾക്ക് വേണ്ടിയും അധ്വാനിക്കുന്നവൻ, അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ, ചാരിറ്റി നടത്തുന്നവൻ, കൽ മുജാഹിദ് ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കുന്ന യോദ്ധാവിനെ പോലെയാണ്. ഒരു ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ജീവന് ഭീഷണിയാണ്. വിശുദ്ധമായ ഇസ്ലാമിനോട്, അതിനെതിരിൽ വരുന്ന അല്ലെങ്കിൽ രാജ്യദ്രോഹികളോട്, ആ രാജ്യത്തോടുള്ള സ്നേഹം കണക്കാക്കുന്നവർക്ക് മാത്രമേ അത്തരം സമരമുഖത്ത് കാലുറപ്പിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ അത്രയും മഹത്തരമായ ഒരു കർമ്മമാണ് വിധവകൾക്ക് വേണ്ടിയും അതേപോലെ തന്നെ പാവങ്ങൾക്ക് വേണ്ടിയും അധ്വാനിക്കുന്നവൻ ചെയ്യുന്നതെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കാണാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ അവിൽ ഖായിമിൽ ലൈല വസ്സായിമിൻ നഹാറ, രാത്രി മുഴുവനും നിസ്കരിച്ചുകൊണ്ട് ഒരു രാത്രിയെ മുഴുവനും സജീവമാക്കി ഉറങ്ങാതെ നിൽക്കുന്നൊരു ആബിദായ മനുഷ്യൻ, ഒരു ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ. അസ്സായിമിൻ നഹാർ, അയാളുടെ പകല് മുഴുവനും നോമ്പായിരുന്നു. ഇങ്ങനെയുള്ള ഒരാളെപ്പോലെയാണ് അസ്സാഇ അലൽ അർമില വൽ മിസ്കീൻ, പാവങ്ങൾക്ക് വേണ്ടിയും വിധവകൾക്ക് വേണ്ടിയും സഹായ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നതാണ്. മറ്റുള്ളവൻ്റെ കണ്ണീരൊപ്പുക, അവൻ്റെ സങ്കടത്തിൽ നാമും പങ്കുചേരുക എന്നതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മുഅ്മിനീങ്ങൾ പരസ്പരം ഒരൊറ്റ ശരീരം പോലെയാണ്. ആ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത്, ശരീരത്തിന് പനി പിടിപെട്ടാൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും ഒരു അവയവത്തിന് വേദന അനുഭവിച്ചാൽ, വേദന വന്നാൽ ആ വേദന അനുഭവിക്കുന്നത് ആ ഒരു അവയവം മാത്രമല്ല, അവൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളും, ശരീരം മുഴുവനും ആണ് ആ വേദന അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഫീ തറാഹുമിഹിം വ തവാദ്ദിഹിം, അവരോട് സ്നേഹം കാണിക്കുന്ന വിഷയത്തിലും അതേപോലെ തന്നെ അവരോട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വിഷയത്തിലുമൊക്കെ കനഫ്സിം വാഹിദ,
ഒരൊറ്റ ശരീരം പോലെയാണ്. കയ്യിന് വന്ന വേദന കാലിനും തലക്കും മൂക്കിനും നാവിനുമൊക്കെ ബാധിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരാളൊരു വേദന അനുഭവിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പാർട്ടിന് വന്നതുപോലെ നമ്മളതിനെ കണക്കാക്കി ആ വേദനയിൽ നമ്മളും പങ്കാളിയാവണം എന്നാണ് ആ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പറയുന്നതായി കാണാൻ കഴിയുന്നതാണ്. വൻ നബി ഷുറൈഹിൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി വഹർജു ഹഖ്ഖൽ ലഈഫൈൻ, ഞാൻ പാപികളായി കാണുന്നു, തെറ്റുകാരായി കാണുന്നു. ഹറജ്, ഞാൻ തെറ്റുകാരായി കാണുന്നു. ആരെ? ഹഖ്ഖൽ ലഈഫൈൻ, പാവങ്ങളായ ആളുകളുടെ ഹക്കിനെ അപഹരിച്ചവനെ, പാവങ്ങളായ ആളുകളുടെ രണ്ട് പാവങ്ങളുടെ അവകാശത്തെ അപഹരിച്ചവനെ ഞാൻ വളരെ വലിയ പാപികളായി കാണുന്നു. ആരൊക്കെയാണ് രണ്ട് പാപങ്ങൾ? അൽ യതീമ വൽ മർഅ, ഒന്നാമത്തേത് അനാഥൻ, രണ്ടാമത്തേത് സ്ത്രീ. ഇവർ രണ്ടുപേരും അബലകളാണ്, രണ്ടുപേരും ബലഹീനരാണ്, സമൂഹത്തിൽ പൊതുവെ പ്രതികരണശേഷി കുറഞ്ഞവരാണ് പുരുഷന്മാരെ അപേക്ഷിച്ചുകൊണ്ട്. ഇങ്ങനെ വരുന്ന ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് ചെയ്യുന്ന, അവരുടെ അവകാശത്തെ ഹനിച്ചെടുക്കുന്ന, അപഹരിച്ചെടുക്കുന്ന ചെയ്തികൾ അത് പ്രവർത്തിക്കുന്നവനെ ഒരു കുറ്റവാളിയായിക്കൊണ്ടാണ് ഞാൻ കാണുന്നതെന്ന് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ലോകത്ത് അനന്തര സാമ്പത്തിക സമ്പ്രദായത്തിൽ സ്ത്രീകൾക്ക് തീരെ അവകാശമില്ലായിരുന്നു എന്ന് കാണാൻ കഴിയുന്നതാണ്. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇസ്ലാമിനെതിരെ ഉറിഞ്ഞുതൊള്ളുന്നവരാരും അതിൻ്റെ യഥാർത്ഥമായ ചരിത്ര നാൾ വഴികളിലൂടെ സഞ്ചരിക്കാത്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പെണ്ണിന് പെണ്ണായി ജീവിക്കാനും അവിടുന്ന് അവകാശങ്ങളെ വകവെച്ചു കൊടുക്കാനും മുന്നോട്ട് വന്നത് എന്ന് ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് വരുമ്പോൾ, ഒരാൾക്ക് തന്നെ മക്കയിലേക്ക് വരുമ്പോൾ അന്ന് അവിടുത്തെ നാഗരികതയനുസരിച്ച് ഒരാൾക്ക് തന്നെ 20, 30, 40, 50 ഭാര്യമാർ, സ്ത്രീകൾ ഭാര്യമാരായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലർക്കും പലരുടെയും അവകാശങ്ങളെ നിറവേറ്റാൻ കഴിയാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെയും പേർഷ്യയുടെയും ഒക്കെ ചില ഭാഗങ്ങളുടെ ഭരണാധികാരം അവിടുത്തെ അധീനതയിൽ വന്നപ്പോൾ വരുത്തിയ മാറ്റങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ടൊരു മാറ്റമാണ് കണ്ടതുപോലെ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളത്. ഒരാൾക്ക് വിവാഹം ചെയ്യണമെങ്കിൽ 4 പരിമിതപ്പെടുത്തണം. ആ 4 എന്നത് തന്നെ കഴിയുമെങ്കിൽ ഒരെണ്ണത്തെ, ഒരു പെണ്ണിനെ പോലും വിവാഹം ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നിനക്ക് കഴിയുമെങ്കിൽ, നിനക്ക് ത്വാഖത്തുണ്ടെങ്കിൽ നീ കല്യാണം കഴിക്കണം, അല്ലെങ്കിലോ നോമ്പെടുത്തുകൊണ്ട് നിൻ്റെ ശരീരത്തിൻ്റെ വികാരത്തെ നീ ശമിപ്പിക്കണം, ഒരു പെണ്ണിനെയും നീ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ ഭാര്യമാരുടെ കാഴ്ചപ്പാടിലായാലും സ്ത്രീജനങ്ങളുടെ കാഴ്ചപ്പാടിലായാലും ഇസ്ലാം നൽകുന്ന നല്ല ഒരു ആശയം അതാർക്കും വിസ്മരിക്കാൻ കഴിയില്ല. പലപ്പോഴും ഉറിഞ്ഞു തള്ളുന്ന ആളുകൾ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരാണെന്ന പരിപൂർണമായ ബോധവും നമുക്കില്ല. ബോധപൂർവമായ ചില ആരോപണങ്ങൾ പറഞ്ഞു പരത്തുകയാണ്. എന്തിനു വേണ്ടി? ആശയത്തെ കൊണ്ട് എതിർക്കാൻ കഴിയാതെ വരുമ്പോൾ ആശയത്തിനെതിരിൽ കൊഞ്ഞനം കുത്തി ഉറിഞ്ഞു തുള്ളുന്നവരാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്ത്രീകളുടെയും പാവങ്ങളുടെയും അവകാശത്തെ നിരാകരിക്കുന്നവൻ കുറ്റവാളിയാണെന്ന് ഞാൻ അവനെ മുദ്ര കുത്തുന്നു എന്ന്
മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ എല്ലാ മേഖലകളിലുള്ളവരോടും കാരുണ്യ പ്രവർത്തനങ്ങളിൽ നാം സജീവമാവണം. ഒരാളോടൊന്നു മാത്രമല്ല, എല്ലാവരോടും. നൈൽ നദിയുടെ തീരത്ത് ചത്തുകിടക്കുന്ന ആട്ടിൻകുട്ടിയെ കണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിൻ്റെ ഘാതകനെ അന്വേഷിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ വിട്ട ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പോലും പറഞ്ഞില്ലേ, ഞാൻ കൊതിക്കുന്ന ഏറ്റവും നല്ല ഭരണം അത് ഉമറിൻ്റേതാണെന്ന്. ഗാന്ധിജി പറഞ്ഞത് വെറുതെയല്ല. മഹാനവറുകൾ ഒരു കാലത്ത് വില്ലാളി വീരനായിരുന്നു. കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സത്യം ചെയ്തു. എന്താ സത്യം ചെയ്തത്? ഞാനിതാ ഊരിപ്പിടിച്ച വാളുമായി മുന്നോട്ട് പോകുന്നു. ആ ഊരിപ്പിടിച്ച വാളുകൊണ്ട് ഞാൻ പോകുന്നത് എങ്ങോട്ടാ? മുഹമ്മദിൻ്റെ സവിധത്തിലേക്കാണ്, മുഹമ്മദിൻ്റെ തലയെടുക്കാനാണ്. പക്ഷേ ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അണികളിൽപ്പെട്ട ആരെങ്കിലും സദസ്സിൽ നിന്ന് നബി തങ്ങളോട് അപമര്യാദയായി പെരുമാറുമ്പോൾ, നബിയെ അങ്ങയുടെ മുഖത്ത് മര്യാദക്കേടോടുകൂടെ സംസാരിച്ചവൻ്റെ തല ഞാനെടുത്തോട്ടെ എന്ന് പറഞ്ഞ് ആ വാള് കയ്യോങ്ങാനുള്ള കാരണം എന്തേ? അവിടുത്തെ ആത്മീയോന്നതിയായിരുന്നു കാരണം. മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നേടിയെടുത്ത ആത്മീയമായ കഴിവ്, നേടിക്കൊടുത്ത ആത്മീയത, ഇത് രണ്ടുമായി കാരണം. ആത്മീയതയ്ക്ക് അത്രയും വലിയ പ്രാധാന്യമുണ്ട്. ആരെയും തൻ്റെ വരുതിയിൽ വരുത്താൻ കഴിയും ആത്മീയമായി നാം നന്നാകുമ്പോൾ. പുറംപോടി മാത്രം നന്നായതുകൊണ്ട് അത്തരമൊരു കാര്യങ്ങൾക്ക് നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരു മരച്ചുവട്ടിൽ ഒരു യാത്രയിൽ ക്ഷീണിച്ചുകൊണ്ട് കിടന്നുറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറക്കിനിടയിൽ ഒരു ശത്രു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വകവരുത്തുന്നതിന് വേണ്ടി അവിടുത്തെ ചാരത്തിങ്ങനെ ഊരിപ്പിടിച്ച വാളുമേന്തി നിൽക്കുകയാണ്. എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന നബിയെ തട്ടി ഉണർത്തിക്കൊണ്ട് നബിയോട് ചോദിച്ചു, മുഹമ്മദേ, ഞാൻ ഈ വാളുകൊണ്ട് നിന്നെ വെട്ടി വീഴ്ത്തുന്നുവെങ്കിൽ ഈ സമയത്ത് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എണീറ്റുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തോട് മുഖം നോക്കിയിട്ട് പറഞ്ഞു, അല്ലാ എന്നൊരൊറ്റ വാചകം. അല്ലാ എന്നൊരൊറ്റ വാചകം. ആ ഒരൊറ്റ വാചകം കേട്ടപ്പോൾ ശത്രു അറിയാതെ അവൻ്റെ കരങ്ങളിൽ നിന്ന് ആ ശക്തിയുള്ള വാള് താഴേക്ക് വീണു. എന്താ കാരണം? ആത്മീയതയുടെ ഉന്നതിയിലെത്തി നിൽക്കുന്ന ഹബീബിൻ്റെ വായയിൽ നിന്ന് അല്ലാ എന്നൊരു ദിക്റ് കേട്ടു എന്നതാണ് കാരണം. ആത്മീയതയാണ് നമ്മിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്നത് എന്നർത്ഥം. അതേസമയത്ത് ആ നിലത്ത് വീണ വാള് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയ്യിലേന്തിക്കൊണ്ട് ആ ശത്രുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, ഓ, നിന്നെ ആര് രക്ഷിക്കും എന്നിൽ നിന്ന് എന്ന്? നിന്നെ എൻ്റെ വാൾമുനയിൽ നിന്ന് ആര് രക്ഷിക്കും എന്ന് തിരിച്ചങ്ങോട്ട് ചോദിച്ചു. ശത്രുവിന് വിഷമം വന്ന് ടെൻഷൻ അടിച്ച് നമ്മൾ പേടിച്ചിരേണ്ട സമയത്ത് എന്തെങ്കിലും പറയണമെന്നുണ്ട്, പുറത്തേക്ക് വാക്കുവരില്ല. ആ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. ശത്രുവിനൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. വിറച്ചുകൊണ്ട് ഹബീബിൻ്റെ മുന്നിൽ നിൽക്കുന്ന ശത്രുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരി തൂകിയിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ റബ്ബ് ഇതാണെന്ന്. ഇതായിരുന്നു ഇസ്ലാമിലേക്ക് ആളുകളെ ആകർഷിപ്പിച്ചിരുന്നത്. തന്നിൽ സന്നിവേശിപ്പിച്ച ആത്മീയമായ കഴിവുകൾ മാത്രമായിരുന്നു, ആയുധമായിരുന്നില്ല. ആയുധമൊരിക്കലും ഈ മതപ്രബോധനത്തിൻ്റെ ഒരു മാധ്യമമായി ഇസ്ലാം കാണുന്നുമില്ല. ബദറിൻ്റെ രണ്ടാമത്തെ പത്താണ് വിശുദ്ധമായ റമദാനിൻ്റെ ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് പോകുന്ന നിരായുധരായ സഹാബികളുടെ വിസർജ്യത്തെപ്പറ്റി നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. മാസങ്ങളോ ദിവസങ്ങളോ ആയി
നല്ല ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട്, ഇലകൾ, പച്ചിലകൾ, പിന്നെ കാണുന്ന വൃക്ഷങ്ങളിൽ നിന്ന് കിട്ടുന്ന പച്ചിലകൾ ഭക്ഷിച്ചത് കാരണം ആട്ടിൻപറ്റം വിസർജിക്കുന്നത് പോലെ മണിമണികളായിട്ടായിരുന്നു വിസർജിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള പാവങ്ങളായ ആളുകളെ വെച്ചിട്ട് ഒരു യുദ്ധമുഖം നയിക്കുക എന്നുള്ളത് ബുദ്ധിയുള്ള ഒരു യോദ്ധാവിന് യോജിച്ചതല്ല, ഒരു സൈന്യാധിപന് യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധവും അങ്ങനെയായിരുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകളെ പ്രതിരോധിക്കുക എന്നതായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന ഏത് ധർമ്മസമരത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത് തന്നെ സ്ത്രീകളെയോ കുട്ടികളെയോ ഒരു രോമത്തിന് പോലും പോറലേൽപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറായിരുന്നില്ല. പിടിച്ച സ്ത്രീ യുദ്ധത്തിൽ അറസ്റ്റായി പിടിക്കപ്പെട്ട സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഹാജരാക്കപ്പെട്ടാൽ അവരെ വെറുതെ വിടുകയായിരുന്നു അവിടുന്ന്. ഇനി സാധാരണ ആണുങ്ങളെ, പുരുഷന്മാരെ ആണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിരുന്ന ശിക്ഷാ നടപടികൾ എന്തായിരുന്നു അവിടുന്ന് നടപ്പാക്കിയിരുന്നത്? അറിവില്ലാത്തവനെയും അറിവുള്ളവനെയും വേർതിരിച്ച് അറിവില്ലാത്തവന് അറിവുള്ളവനോട് അറിവ് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ടാസ്ക്കായിരുന്നു അവിടുന്ന് കൊടുത്തിരുന്നത്. അങ്ങനെ ഒരു പണിഷ്മെൻ്റ് ആയിരുന്നു കൊടുത്തിരുന്നത്. അതല്ലാതെ ആധുനിക ലോകത്തെ ജയിലറകളെപ്പോലെ, ഹിറ്റ്ലറുടെ ജയിലറകളെപ്പോലെ പീഡിപ്പിക്കപ്പെടുന്നൊരു സംഭവവും അവിടുത്തെ തടവറകളിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. പിന്നെയോ ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾ അവർക്ക് ഇന്നതെല്ലാം പഠിപ്പിക്കണം. ഇങ്ങനെയൊരു നല്ലൊരു സമൂഹത്തെ ഹബീബിൻ്റെ നല്ല സ്വഭാവത്തിലൂടെ വാർത്തെടുക്കാൻ അവിടുന്ന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും ഉത്തമരായി ഈ സമുദായം വാഴാനുള്ള കാരണം എന്നും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ കാരുണ്യം ഇതര ജീവികളിലേക്കും നമ്മുടെ കാരുണ്യത്തിൻ്റെ ഹസ്തങ്ങൾ നീളേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൈനമാ കൽബുൻ യതീഫു ബിറക്ബൈഹി, ഒരു കെൽബ്, നായ, ആ നായ തൻ്റെ മുട്ടുകാലുകൊണ്ട് മണ്ണിലിങ്ങനെ തിരയുന്നു, മണ്ണിലിങ്ങനെ കാലിട്ടടിക്കുന്നു. എന്താണ് ആ നായയുടെ പ്രശ്നം? കാദ യഖ്തുലുഹുൽ അതശ്, ആ നായക്ക് പിടിപെട്ട കഠിനമായ ദാഹം. ആ ദാഹം കാരണം ആ നായയുടെ ജീവന് ഭീഷണിയാവുകയാണ്. ജീവൻ അപഹരിക്കപ്പെടുമോ എന്ന സ്ഥിതിയിലാണുള്ളത്. ശക്തമായ ദാഹം. അതുകൊണ്ട് തന്നെ ഈ നായ മണ്ണിലിങ്ങനെ കാലിട്ടടിക്കുന്നു ഒരിറ്റ് വെള്ളം കിട്ടാൻ വേണ്ടി. ദാഹം മൂത്ത് ഏതെങ്കിലും രീതിയിൽ വെള്ളം കിട്ടാൻ വേണ്ടി ആ നായ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി പരിശ്രമിക്കുകയാണ്. ആ സമയത്ത് ഇത് റഅത്തുഹു ബഗിയും മിൻ ബഗായ ബനു ഇസ്രായേൽ, അന്ന് ബനു ഇസ്രായേൽ ഉണ്ടായിരുന്ന പേരുകേട്ട ഒരു ദുർനടപ്പുകാരി, ഒരു വേശ്യ, ആ വഴി നടന്നു പോകുമ്പോൾ ഈ നായയുടെ പ്രവൃത്തി കണ്ടു. ആ പെണ്ണ് ജീവിതാവശ്യത്തിന് വേണ്ടി വേശ്യാപ്രവൃത്തി നടത്തി ജീവിക്കുന്ന പെണ്ണാണ്. ആ പെണ്ണ് ഈ നായയുടെ പ്രവൃത്തി കണ്ടപ്പോൾ വിശുദ്ധ ഇസ്ലാം കണിശമായി എതിർക്കുന്നതാണ് അവിഹിത ബന്ധങ്ങളെ, ലൈംഗിക അതിക്രമങ്ങളെ. ഈ പെണ്ണിൻ്റെ ഉപജീവന മാർഗത്തെ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ദുർനടപ്പുകാരി എന്നാണ് ചരിത്രം ആ പെണ്ണിനെ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും ആ പെണ്ണ് ഈ ഒരു ദയനീയ കാഴ്ച കണ്ടപ്പോൾ ആ പെണ്ണെന്താ ചെയ്തത്? ആ പെണ്ണ് ഫനസഅത് മുഖഹ ഫസഖത്ഹു, താൻ ധരിച്ചിരുന്ന, ആ പെണ്ണ് ധരിച്ചിരുന്ന ഷൂ, കാലുറ, അത് തോലിൻ്റേതായിരുന്നു. അത് അഴിച്ചുകൊണ്ട്, തോലിൻ്റേതായതുകൊണ്ട് തന്നെ വെള്ളം ആയാൽ തന്നെ ചോർച്ചയുണ്ടാവില്ല. അടുത്ത് കാണുന്ന കിണറ്റിൽ നിന്ന് ആ ഷൂവിൽ, കാലുറയിൽ വെള്ളം കോരിക്കൊണ്ട് ഫസഖത്ഹു, ആ നായക്ക് കുടിപ്പിച്ചു. ഇത് കാരണം ഫയഗ്ഫിറു ലഹാ ബിഹി, ഈ ഒരൊറ്റ നന്മ ആ സ്ത്രീ ചെയ്തത് കാരണം ആ സ്ത്രീയുടെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുകയുണ്ടായി. എന്താ കാരണം? ആ പെണ്ണ് തൻ്റെ സഹജീവിയോട് ചെയ്ത ഒരു കാരുണ്യ പ്രവൃത്തി. അതാണ് ആ പെണ്ണിനെ നരകപ്രവേശനത്തിന് വിധിക്കപ്പെടേണ്ട പെണ്ണിനെ
സ്വർഗപ്രവേശനത്തിലേക്ക് എത്തിക്കപ്പെടാനുള്ള കാരണം ഇത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകാല സമുദായങ്ങളിൽ നടന്ന ഒരു സ്ത്രീയുടെ സ്വഭാവം, സൽസ്വഭാവം മഹാന്മാരായ സ്വഹാബത്തിനോട് വിവരിച്ചു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? അത്തരത്തിലുള്ള മാതൃകകൾ അവരുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയും. ഇത് തന്നെയാണ് ലോക മുസ്ലിമീങ്ങൾക്ക് ഇതുപോലുള്ള സന്ദേശങ്ങൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ ലഭ്യമാകുമ്പോൾ അവർക്ക് പകർത്തേണ്ട പാഠങ്ങൾ. സഹജീവികളെ നാം ആക്രമിക്കരുത്, നായകളെപ്പോലും നാം ആക്രമിക്കരുത്. നായ എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നികൃഷ്ട ജീവിയായി മാറ്റി നിർത്തപ്പെടുന്നതല്ല. മഹാനായ റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ ഉയർച്ചയിൽ അതിപ്രധാനമായൊരു ഘടകം എന്ത് കാരണമായിരുന്നു? കുഷ്ഠം പിടിച്ച നായകളെ അവിടെയും ഇവിടെയും അലഞ്ഞു നടക്കുമ്പോൾ ആ നായകളെ പിടിച്ചു കൊണ്ടുവന്ന് ആ നായയെ നല്ല രീതിയിൽ കുളിപ്പിച്ച് ശുദ്ധികലശം നടത്തിക്കൊണ്ട് പരിചരണം നടത്തിയിരുന്നു. പിന്നെ ഉയർന്ന മലമുകളിൽ ടെൻ്റ് കെട്ടിക്കൊണ്ട് അവിടെ കൊണ്ടുപോയി പരിചരണം നടത്തിയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാമിലെ ഏറ്റവും വലിയ ആത്മീയ കഥാപുരുഷനായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ മറ്റൊരു ഹദീസിൽ കാണാം, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദഖലത് ഇംറഅത്തുൻ അന്നാറ ഫീ ഹിർറത്തിൻ. ദഖലത് ഇംറഅത്തുൻ അന്നാർ, ഒരു സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു. എന്താ കാരണം? ഫീ ഹിർറത്തിൻ, ഒരു പൂച്ചയാണ് പ്രശ്നം, ഒരു പൂച്ചയുടെ വിഷയത്തിലാണ്. റബിത്തത്തുഹ, ആ പൂച്ചയെ ആ പെണ്ണ് ബന്ധിപ്പിച്ചു, കെട്ടിയിട്ടു. ഫലം തുത്ഇംഹ, അങ്ങനെ ആ പൂച്ചയ്ക്ക് ഭക്ഷണം വേണ്ട സമയത്തിൽ ഭക്ഷണപാനീയങ്ങൾ നൽകിയില്ല. വലം തദ്ഉഹ തഅകുലു മിൻ ഖശാശിൽ അർള്, ഭൂമിയിൽ മുളച്ചു പൊന്തുന്ന സസ്യങ്ങളിൽ നിന്ന് ആ പൂച്ചയ്ക്ക് ശേഖരിക്കാവുന്ന ധാന്യങ്ങളെ, ഭക്ഷണങ്ങളെ ശേഖരിക്കാൻ വേണ്ടി കെട്ടഴിച്ച് വിട്ടതുമില്ല, ആ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തതുമില്ല. അത് കാരണം ഒരു പെണ്ണ് നരകാവകാശിയായി നരകത്തിൽ പ്രവേശിച്ചു എന്ന്. നേരത്തെ ഒരു പെണ്ണ്, വേശ്യയായ പെണ്ണ്, ആ പെണ്ണ് ജീവിതം മുഴുവനും തെറ്റ് ചെയ്തിട്ടും ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിലെത്തിയ ഹബീബിൻ്റെ തിരുമൊഴിയിൽ തന്നെ വരുന്നു, ഒരു നല്ല പെണ്ണ്, ആ പെണ്ണ് ചെയ്തത് ഒരു സഹജീവിയോട് ചെയ്ത ക്രൂരമായ പ്രവൃത്തി കാരണം ഒരു പൂച്ചയെ കെട്ടിയിട്ട് സ്വന്തമായി തീറ്റ അന്വേഷിക്കാനോ തിന്നാൻ ഈ പെണ്ണോ കൊടുക്കാത്ത രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആ പെണ്ണ് അത് കാരണം നരകത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നതാണ്. ഇതാണ് ഹബീബിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മാതൃക. അവിടുന്ന് സ്വഹാബികൾക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻ ഇത്തരത്തിലുള്ളതായിരുന്നു. എന്താ കാരണം? ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഹബീബിനെ തോൽപ്പിക്കാൻ ലോകത്തൊരു നേതാവുമില്ല. ആ ഹബീബിൻ്റെ മാതൃക അനുധാവനം ചെയ്ത് ജീവിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Oh